നിങ്ങൾ നോക്കിക്കോളൂ, അടുത്ത ബുധനാഴ്ച എന്ത് പറയും? ഈ ഹെലികോപ്റ്റർ വെറുതെ ഇവിടെ കിടക്കല്ലേ? കേരളത്തിന്റെ പണം വെറുതെ നശിച്ചു കൊണ്ടുപോകുന്നു. അപ്പോൾ വെറുതെ കിടക്കുന്ന ഹെലികോപ്റ്ററിൽ ഞാനൊന്ന് പോയാൽ വെറുതെ അത്രയെങ്കിലും നാടിന് ഗുണമുണ്ടാവട്ടെ. ഞാനപ്പോൾ കാറിലാണ് സഞ്ചരിച്ചിരുന്നെങ്കിൽ ആ കാറിൽ അടിക്കാവുന്ന ഇന്ധനം ഇതുവഴി ലാഭിക്കാൻ കഴിഞ്ഞു. ഇതാകുമ്പോൾ പണം കൊടുത്തിട്ടുള്ളതാണല്ലോ എന്നതായിരിക്കും ബുധനാഴ്ച പറയാൻ പോകുന്ന കാര്യം എന്നുള്ളത്. ഞാൻ കാണേണ്ടത് ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളെക്കാളും കുറഞ്ഞ നിരക്കിലാണ് ഇപ്പോൾ ഗുജറാത്തോ മറ്റ് സംസ്ഥാനങ്ങളോ നമ്മൾ വാടകയ്ക്ക് എടുത്തിട്ടുള്ളത്. പല സംസ്ഥാനങ്ങളും സ്വന്തമായി വിമാനമുള്ള സംസ്ഥാനങ്ങളുമുണ്ട്. കേരളം പക്ഷേ ആ ഹെലികോപ്റ്റർ ഇപ്പോൾ നിങ്ങൾ എറണാകുളത്തെ മാധ്യമ പ്രവർത്തകർക്ക് അറിയാലോ, അന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം 6-7 തവണയോളമാണ് ഹൃദയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള വിങ്ങുന്ന ആളുടെ ശരീരത്തിനകത്തുള്ള ഹൃദയമല്ല, നേരെ പെട്ടിയിലുള്ള ഹൃദയവുമായിട്ട് എത്ര തവണ ഇങ്ങോട്ട് വന്നു. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ പോയി മറ്റു കാര്യങ്ങൾക്കാണ് വിനിയോഗിച്ചത്. അതിനെപ്പോലും എത്രമാത്രം അധിക്ഷേപിച്ചു. കേരളത്തിന്റെ അന്നത്തെ മുഖ്യമന്ത്രിയെ എന്തെല്ലാം തരത്തിൽ അധിക്ഷേപിക്കാനായിട്ട് ഇത് ഉപയോഗിച്ചു. ഇപ്പോഴോ അതേ ഇതിനകത്ത് എല്ലാ സൗകര്യങ്ങളും ഉപയോഗിക്കുകയാണ്. അത് നാടിനു വേണ്ടി ഉപയോഗിക്കുമ്പോൾ തെറ്റില്ല. എന്നാൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന രീതിയെക്കുറിച്ചും വിമർശനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കാണേണ്ടത് ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. അതിനെക്കുറിച്ച് ഇന്നലെ പറഞ്ഞത് എന്ത് എന്ന് ഇന്ന് ഓരോന്നും ചെയ്യുമ്പോൾ സ്വയം ഒന്ന് ആലോചിക്കുന്നത് ആരാണെങ്കിലും നല്ല കാര്യം തന്നെയാണ്. വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ പ്രതിപക്ഷ നേതാവ് ഉത്തരവാദിത്തത്തോടെ ഈ ഹെലികോപ്റ്റർ വിഭാഗത്തിൽ വിമർശനം ഉന്നയിക്കട്ടെ, അതിന് സർക്കാർ ഉത്തരം നൽകട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, അദ്ദേഹമല്ലേ ഇത് കിട്ടിയെങ്കിൽ വെടിവെച്ച് കൊള്ളാമെന്നല്ലേ പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഹെലികോപ്റ്റർ സ്വന്തമായി കിട്ടിയേക്കല്ലേ, അത് വെച്ചിട്ടല്ലേ ഇപ്പം ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ ഉത്തരവാദിത്തത്തോടു കൂടിയാണ് പ്രതിപക്ഷം പറയേണ്ടതെന്ന് ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ. ഇപ്പോഴും ഞങ്ങൾ എന്താ പറയുന്നത്? നേരത്തെ എന്ത് പറഞ്ഞു? ഇത് ആവശ്യഘട്ടത്തിലൊക്കെ ഉപയോഗിക്കേണ്ടത് തന്നെയാണ്. അതിനാണ് വാടകയ്ക്ക് എടുത്തിട്ടുള്ളത്. പക്ഷെ അതിനെ അധിക്ഷേപിച്ചു. വ്യക്തിപരമായിട്ട് അന്നത്തെ മുഖ്യമന്ത്രിയെ വല്ലാതെ അധിക്ഷേപിക്കാനായിട്ട് ഇത്തരം കാര്യങ്ങൾ പർവ്വതീകരിച്ച് ഉപയോഗിച്ചു. അങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ ശാന്തമായി ഇത് എന്തിനു വേണ്ടിയൊന്നും അദ്ദേഹം ഉപയോഗിച്ചില്ലയോ അതേ കാര്യം അതിനെല്ലാം വേണ്ടി ഇപ്പോൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു. നമ്മുടെ മാധ്യമങ്ങൾ, അച്ചടി മാധ്യമങ്ങളാണെങ്കിൽ ഒരു വരി പോലും എഴുതാത്ത അത്രയും സൂക്ഷ്മ ജാഗ്രത മാധ്യമ വിദ്യാർത്ഥികൾക്ക് ഒരു പുതിയ പാഠമായി നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് കാണേണ്ടത്. PMCയിലും കണ്ടില്ലേ, ഇനിയിപ്പോൾ ഒന്നുമില്ലല്ലോ. ഇപ്പോൾ ലീഗ് എന്താ പറയുന്നത്? ഞങ്ങൾ പഠിച്ചു കഴിയട്ടെന്നാണ്. ഇനി പഠിക്കാനൊന്നുമില്ലല്ലോ. കേന്ദ്രം തന്നെ വ്യക്തമാക്കി എപ്പോൾ വേണമെങ്കിലും പിൻവാങ്ങാം. ഞങ്ങൾ നേരത്തെ പറഞ്ഞു, ഞങ്ങൾ ഡിഫാക്ടോ പ്രയോഗത്തിൽ ഞങ്ങൾ പിൻവാങ്ങി കഴിഞ്ഞിരുന്നു. കാരണം ഒരു നടപടിയും സ്വീകരിച്ചില്ല. അപ്പോഴാണ് ഈ എല്ലാ കാര്യങ്ങളിലും ഇതേപോലെ ഇപ്പോൾ തുടക്കം മുതൽ നോക്കിക്കോളൂ, പൂർണ്ണമായിട്ടും BJPക്ക് ഒപ്പം നിൽക്കുന്നു അത്തരം കാര്യങ്ങൾ. ഇപ്പോൾ ലീഡർമാരുടെ നിയമനമാകാം, അല്ലെങ്കിൽ വന്ദേമാതരം പൂർണ്ണമായിട്ടും വന്ദേമാതരം ആലപിച്ച കാര്യമാകാം, അല്ലെങ്കിൽ ഗവർണറുടെ നയപ്രഖ്യാപനം, വൈസ് ചാൻസലർമാരുടെ നിയമനത്തിനകത്ത് ഇതുവരെ വൈസ് ചാൻസലർമാരെ ഏകപക്ഷീയമായി നിയമിച്ചിട്ട് പത്രക്കാരൻ ചോദിച്ചാൽ കണ്ടില്ല. മുഖ്യമന്ത്രി മർമ്മരം പോലും പ്രതികരണം പോലും നടത്തിയിട്ടില്ല. ഏകപക്ഷീയമായി നടത്തിയതിനെങ്കിലെതിരെ ഇത് തെറ്റാണ് എന്ന് പറയണ്ടേ? ഒരു ചെറിയ പ്രതികരണം പോലും അദ്ദേഹം നടത്തിയതായിട്ട് ആരെങ്കിലും ഇതുവരെ കേട്ടോ? ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞു ഗുസ്തിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഇതാണ് കാണുന്നത്. അപ്പോൾ വാക്ക് എന്നുള്ളത് അധികാരം പിടിച്ചെടുക്കാൻ, ജനങ്ങളെ കബളിപ്പിക്കാനുള്ളത് മാത്രമാണ്. അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഷർട്ടഴിച്ച് മാറ്റുന്നതിനേക്കാളും വേഗതയിൽ അഴിച്ചു മാറ്റിയിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും ഭരണത്തിലിരിക്കുന്നത്.